സീസണിലെ ആദ്യ മഴ നനഞ്ഞ മുംബൈ നഗരം കടുത്ത പൊടിക്കാറ്റിന്റെയും ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെയാണ് നഗരത്തിൽ മഴയെത്തിയത്. ഇതോടെ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ അന്തരീക്ഷം മൂടിക്കെട്ടിയ സ്ഥിതിയും രൂപപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വൈകുന്നേരം പ്രചരിച്ച വിവാദ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പരാതി. ആരോപണ വിധേയനായ ഖാസിമിനൊപ്പം SP ഓഫീസർ എത്തിയാണ് ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള പരാതി നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി തന്നെ ആക്രമിച്ചുവെന്ന ആരോപണവുമായി AAPയുടെ രാജ്യസഭാ MP സ്വാതി മാലിവാൾ. കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണമെന്നും അവർ പറഞ്ഞതായി CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFൽ തർക്കമുറുകി. CPIയുടെ സീറ്റ് വിട്ടു നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി. അതേസമയം ജോസ് കെ മാണി ഒഴിയുന്ന സീറ്റിൽ കേരള കോൺഗ്രസും അവകാശവാദം ശക്തമാക്കി. LDFനുള്ള 2ാം സീറ്റിനെ ചൊല്ലിയാണ് ഭിന്നത. എറണാകുളത്ത് 180 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. എറണാകുളം വേങ്ങൂരിലാണ് ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ചു 2 പേർ മരിച്ചു. 50ഓളം പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ നിന്നാണ് ഇവിടെ ആളുകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചത്. പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ ബോധവൽക്കരണം